നമസ്കാരം. നമ്മളിപ്പോൾ വീടിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് അടുക്കള ഇത്രയൊക്കെ നന്നാക്കി കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ? നമുക്ക് അതിനൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഒന്നാമത് നമ്മൾ അനർഹരാണ്. എന്താ പറയാൻ പറ്റത്തില്ല, സർക്കാർ ഈസി കിച്ചൺ എന്നിട്ട് പരിപാടി തുടങ്ങുകയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത കേൾക്കട്ടെ. ഈസി കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് അടുക്കള കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സഹായം, സർക്കാരിൻ്റെ സഹായം, ഒരു സംരംഭം. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയാണല്ലോ ഒരു വീടിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അവിടെ നിന്നാണ് എല്ലാ തരത്തിലുള്ള ആരോഗ്യവും ഒക്കെ ഉണ്ടാവുന്നതും, ഭക്ഷണം പാകം ചെയ്യുന്നതും, ഇന്ധനം ഉപയോഗിക്കുന്നതും എല്ലാം. അപ്പോൾ ഈ നമ്മുടെ കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ വിറക് കത്തിച്ച് പാചകവും വിളമ്പലും പാത്രം കഴുകലും മാത്രമായിരുന്നു അവരുടെ പണി. പക്ഷെ ഇപ്പോൾ ഉള്ള സ്ത്രീകൾ ഒരു ചെറിയ വരുമാനത്തിന് വേണ്ടി കൂടി ജോലിക്ക് പോകണ്ട. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, വൈകുന്നേരം ആകുമ്പോൾ വരും. പിന്നെ അനാരോഗ്യകരമായിട്ടുള്ള ചുറ്റുപാടിലുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ വയസ്സായവരാവും ചിലപ്പോൾ വീട്ടിലുണ്ടാവുക. അങ്ങനെയൊക്കെ. അപ്പം അതിന് പരിഹാരം എന്ന വണ്ണം ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സഹകരിച്ച് ഈസി കിച്ചൺ എന്ന ഒരു പരിപാടി നടത്തും. അടുക്കളയുടെ തറ സിമെന്റ് അല്ല, ഈ സെറാമിക് ടൈൽ മാറ്റിയിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് സെറാമിക് ടൈൽ ഇടണം. അതുപോലെ അടുക്കളയുടെ ബോർഡുകൾ MDF അല്ലേ, അതെ, മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നാണ്. അത് ഫൈബറിന്റെ ബോർഡുകളാണ് ഉണ്ടാക്കിയതാണ്. അത് ചൂട് താങ്ങുന്നതാണ്. ചൂട് തട്ടിയാലൊന്നും ഉരുകൊന്നും ഇല്ലാത്ത അത്ര പ്രതിരോധ ശക്തിയുള്ള ഈ ഡെൻസിറ്റി ബോർഡ് MDF ഉപയോഗിച്ചിട്ട് അടുക്കള ക്യാബിനുകൾ നിർമ്മിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ധാരാളം പാത്രങ്ങളും ഒക്കെ കയറ്റി വയ്ക്കാം, ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ കിച്ചൺ അലമാരകൾ, അത് അതിൻ്റെ ഡോറുകളും ഒക്കെ ഈ ഫൈബർ ഉപയോഗിച്ച് നിർമ്മിക്കാം. കിച്ചണുകളുടെ ഷെൽഫുകൾ ധാരാളം, ഒരു വീട്ടിൽ അടുക്കളയിൽ തന്നെ ഒരു 3-4 ഷെൽഫുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സൗകര്യമാണ്. പാത്രങ്ങളും ഒക്കെ കണ്ടെയ്നർ ജാഴ്സൊക്കെ അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയിടാണ്ടൊക്കെ പറ്റും, അടുക്കളയിൽ തന്നെ ഒതുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യണമെങ്കിൽ 75,000 രൂപ ഗവൺമെന്റ് തരും എന്നാണ് പറയണത്, സൗജന്യമായിട്ടാണ്. ഇതിനു മുമ്പ് 2021 ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പലിശരഹിത വായ്പയായിട്ട് എത്ര രൂപ പറയുന്നുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്തായാലും വേണ്ടത്ര ഫലപ്രദമായില്ല, ആരും അതിന് വന്നില്ല. അപ്പോൾ അടുത്ത നടപടിയായിട്ട് എന്തായാലും കിച്ചൺ ഈസി ആവണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്രയും പണം 75,000 രൂപ കൊടുക്കുകയാണ്. അത് കൊടുക്കുന്ന എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല. അനർഹരെ പറ്റി ആദ്യം പറയാം. ഭവന നിർമ്മാണ അല്ലെങ്കിൽ ഈ ഭവന നിർമ്മാണ ബോർഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പദ്ധതി മുഖേന കിട്ടിയവർക്ക്, വീട് കിട്ടിയവർക്ക് ഇതുണ്ടാകുന്നതല്ല. സർക്കാരിൻ്റെ ഏതെങ്കിലും സഹായം കൂടാതെ പിന്നെ വരുമാനം സാധാരണ കാറ്റഗറിയിൽപ്പെട്ടവർ, അവർക്ക് ജനറൽ വിഭാഗത്തിന് 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെടുന്നവർക്ക് ഇതിനെ അപേക്ഷിക്കാം. പട്ടികജാതിക്കാർക്ക് 2 ലക്ഷം രൂപ വരെ പ്രതിമാസം വരുമാനം 16,666 രൂപ മാത്രമായിരിക്കും. ഒരു കാറ്റഗറിക്ക് 25,000 കൂടാൻ പാടില്ല. പട്ടികവർഗക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു നിബന്ധന ഇല്ല. അതെ, ST വിഭാഗത്തിന് ഇങ്ങനെ ഒരു നിബന്ധന ഇല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ST വിഭാഗത്തിലൊക്കെ ഇങ്ങനെ വീടുകൾ തന്നെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് സങ്കല്പിക്കേണ്ടതാണ്. അപ്പം ഞാൻ ആ പദ്ധതിയുടെ കാര്യം നോക്കി വായിക്കാം. അടുക്കളയുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാം. ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ്, MDF കിച്ചൺ അലമാര, 200 ലിറ്റർ വാട്ടർ ടാങ്ക്, കിച്ചൺ സിങ്ക്, പൈപ്പ്, പെയിൻറ്റിങ്, സോക്ക് പിറ്റ് നിർമ്മാണം എന്നിവയൊക്കെ അനുവദിക്കും. വയറിംഗ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് 6,000 രൂപ വരെ ചെലവിടാം. ഇതിൽ ചിലത് മാത്രം മതിയെങ്കിൽ അതനുസരിച്ച് ധനസഹായം കണക്കാക്കും. ചിലർക്ക് ബാക്കിയൊക്കെ ഉണ്ട്, ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനുള്ള കിട്ടില്ല. എല്ലാവർക്കും 75,000 അല്ല. പിന്നെ ഈസി കിച്ചൺ പദ്ധതി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റി വയ്ക്കണം. അർഹര് ഈ പറഞ്ഞവരാണ്.
വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ 2 ലക്ഷം രൂപയിലും അതിന് പറയേണ്ട ആവശ്യമില്ല. അനർഹർ നേരത്തെ പറഞ്ഞു. പിന്നെ അടുക്കളയ്ക്കുള്ള പണം വീടിൻ്റെ മൊത്തത്തിൽ വേറെ എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് വക മാറ്റി ചെലവാക്കാൻ പാടില്ല, മെയിൻ്റനൻസിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഈ കിച്ചൺ സിങ്കിൽ നിന്ന് പോകുന്ന വെള്ളം അത് മണ്ണിലേക്ക് ഇറങ്ങി താഴുന്നതിന് സഹായകമായ രീതിയിൽ സോക്ക് പിറ്റ് നിർമ്മിക്കാനും ഇതിൽ പറയുന്നുണ്ട്, ഈ പ്രോജക്റ്റിൽ പറയുന്നുണ്ട്. 2 പേരും കൂടി പറയാം. സ്മാർട്ട് കിച്ചൺ എന്നായിരുന്നു KSFE മുഖേന പലിശരഹിത വായ്പ കൊടുത്തുള്ള പരിപാടി ഉദ്ദേശിച്ചത്. അത് ഈസി കിച്ചൺ ആണ്. ഏതായാലും എല്ലാ അടുക്കളകളും ഈസി ആയിട്ട് മാറട്ടെ. 2025 കൂടി തന്നെ ഇതൊക്കെ പ്രാബല്യത്തിൽ തുടങ്ങിയിട്ടില്ല, സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പെടുമോ? ഇതിൽ കൂടെയൊക്കെയാണ് ഫണ്ട് വെച്ചിട്ടുള്ള. സർക്കാർ ഇതിലേക്ക് നേരിട്ട് ഫണ്ടൊന്നും കൊടുക്കില്ല. എന്തായാലും ഇത് നല്ലൊരു പദ്ധതിയാണ്. ഇത് വളരെ ആവശ്യമാണ്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുക്കളയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് വേണം പുരോഗതി ഉണ്ടാവാൻ.